ഹലോ ഗൈസ്, വെൽക്കം ടു 3AJS ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ നമ്മളിത് ഓണം പർച്ചേസിങ്ങിന് പോകണ്ടോ. ഇതായിട്ടൊന്നുമില്ല, ഇവിടെ നമുക്ക് കേരള സാരി കേരളം കൊണ്ട് ഒന്നും കിട്ടൂല. എന്തായാലും കിട്ടിയത് കയ്യിൽ പോരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. വലുതായിട്ടൊന്നും വാങ്ങുന്നില്ല, കുറച്ച് പർച്ചേസിങ് മാത്രം കേട്ടോ. അപ്പം സുലഭ എന്തായാലും വന്നിട്ടില്ല. സുലഭക്ക് അധികം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 4 ആളും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനേ ഉള്ളൂ. എന്താ നമ്മളെ DMartലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എല്ലാ സാധനവും കിട്ടും. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. DMartലാണ് കേട്ടോ പോലെ നല്ല എല്ലാ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മളിങ്ങനെ എന്താ പലചരക്ക് സാധനങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ എടുക്കേണ്ടത് ഒന്നും കാണുന്നുമില്ല. പായസത്തിന് ആദ്യം തന്നെ ഞാൻ പോയതെടുത്ത് പായസത്തിൻ്റെയാണ് കേട്ടോ. നമുക്ക് അടപ്രഥമനാണ് ഉണ്ടാക്കാനുള്ളത്, പിന്നെ സേമിയ പായസം, 2 വിധം പായസം ഉണ്ട് കേട്ടോ നമ്മളെ ഓണത്തിന്. അപ്പം മെയിൻ നമ്മുടെ ഉണക്ക ചപ്പാത്തി, ഉണക്ക ചപ്പാത്തിക്ക് വേണ്ട ആട്ട പാക്കിങ്ങിലാണ് ഞാൻ. അതൊക്കെ കഴിഞ്ഞേരെ നമ്മൾ പോയത് ഇതാ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. ഈശ്വര, ഏതാണ് ഇപ്പോൾ എടുക്കുക ഗൈസ്? പറയൂ, ഏതാണ് എനിക്ക് ചേർച്ച എന്ന് നിങ്ങൾ തന്നെ പറയൂ. ഇതാണോ അതോ ഇതാണോ? ഇത് രണ്ടും ഞാൻ എടുത്തില്ല കേട്ടോ. നമുക്ക് ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഏത് കണ്ടാലും എല്ലാം ഒന്ന് എടുത്തു നോക്കും, എന്നിട്ട് ലാസ്റ്റ് ഏറ്റവും നല്ല ആദ്യം എടുത്തു നോക്കും, പിന്നെ ലാസ്റ്റ് കിട്ടുന്ന ഏത് സൊട്ട സാധനമായിരിക്കും. അങ്ങനെയൊന്നല്ല കേട്ടോ, നല്ലോണം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി, ഇല്ല ഈ പിങ്കിനടുത്ത് എന്താണാവോ ഇത്ര വലിയ താല്പര്യം എനിക്ക് മനസ്സിലായില്ല. ഇത് രണ്ടും എടുത്ത് നോക്കി, പക്ഷേ ഇല്ല. പിന്നെ ആരാധ്യൻ്റെ നോക്കാൻ പോയിട്ടോ. ആരാധ്യ ഇങ്ങനെ ചകഞ്ഞ് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്കിതാ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചതിനുണ്ട്. നമ്മളെ നാട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ. വേഗം എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് ഓരോന്നും എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ആരാധ്യക്ക് ഒരു ബ്ലാക്കാണ് കേട്ടോ എടുത്തത്. പിന്നെ എടുത്തു കഴിഞ്ഞിട്ടും ആരാധ്യ ഇങ്ങനെ നോക്കണുണ്ട്, ഇനിയും എന്തെങ്കിലും കൈമ കിട്ടുമോ എന്നൊരു പ്രതീക്ഷയിൽ നോക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെത് സെലക്ട് ചെയ്തില്ല ഗൈസ്. ലാസ്റ്റ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. അല്ല, അവിടെ തന്നെ കേട്ടോ, 3 സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മഞ്ഞ നോക്കി, ഇതെങ്ങനെയുണ്ട് എല്ലാം നോക്കുന്നുണ്ട്. എന്തായാലും അവിടെ കൊളത്തിട്ടാൽ മതിയല്ലോ. പിന്നെയും ഞാൻ എടുത്തു. ഇതാ ജിത്താണ് പറഞ്ഞു ഓറഞ്ച് എനിക്ക് നല്ലോണം ചേരുന്നു. ഓറഞ്ച് എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ പറയണം ഞാൻ ഇതിൽ ഏതാണ് എടുത്തതെന്ന്. നമ്മളിത് ഫുള്ള് മുഴുവനായിട്ടും കാണുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഗസ് ഉണ്ടല്ലോ, നിങ്ങൾ ഗസ് ചെയ്യൂ. ഞാനിതിൽ ഏത് കളറാണ് എടുത്തിട്ടുണ്ടാകുക. അടുത്തത് നമ്മൾ ജിത്തേടൻ്റെ ബനിയൻ നോക്കാനാട്ടോ പോയത്. ആദ്യം തന്നെ എടുത്തു. സ്പൈഡർമാൻ ഇതെടുത്ത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അത് ഞാൻ വെച്ചാൽ ആരോണൊക്കെ ഇടാൻ പറ്റിയ മോഡലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെയും ഞങ്ങളിങ്ങനെ നോക്കണുണ്ട്, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചതുകൊണ്ട് വേഗം എടുക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. എന്തോ ഒരു പച്ചനോടത്ത് എന്തോ ഒരു താല്പര്യം തോന്നി. പിന്നെ എന്താ ഈ ഒരു നീലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ മൂപ്പർക്ക് അത് ഇഷ്ടമായില്ല. ഇഷ്ടമായിട്ട് ഇട്ട് നോക്കുന്നുണ്ട്, കിട്ടിയില്ലല്ലോ. പക്ഷെ എനിക്കെന്തോ ഒരു ഇഷ്ടമായി തോന്നി. ഈ ഒരു നീല കളറായതുകൊണ്ടാണോ എന്നറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ആരാധ്യം എന്തൊക്കെയോ ആരോണം എടുത്ത് കളിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇട്ട് നോക്കിയിട്ടാട്ടോ എടുത്തത് കേട്ടോ. ആരോണാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി മേലെ. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓണത്തിൻ്റെ പർച്ചേസിങ് ഞങ്ങൾ ഇന്നാണ് കഴിഞ്ഞത്. എല്ലാവരും ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഓണം വരവായി ഗൈസ്. അപ്പം പുതിയ കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് വിചാരിച്ചു. ഞങ്ങളെ കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ചിപ്പി, നിഖിൽ ആൻഡ് നമ്മുടെ കുട്ടി ബെക്കാം. അവിടുന്ന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. വരുന്ന വഴിക്ക് നല്ല ചൂടായിരുന്നു, പക്ഷേ ഐസ്ക്രീം വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇനി എനിക്ക് മാത്രമാണോ ആ തോന്നലെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരോടത്തൊന്നും ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്ന്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഈശ്വര, എന്തൊക്കെയാ പച്ചക്കറികൾ ഇവിടെ ഉള്ളത്. നമ്മളെ കോഴിക്കോട് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിട്ടോ, കുറച്ച് പർച്ചേസിങ്ങും കുറച്ചെല്ലാം കൂടി ഇതാ ഇങ്ങനെ പോയി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ, ഒരു അഡ്വാൻസ്. ടാറ്റാ, ബൈ.